PV അൻവറിന്റെ ഇടപെടലിൽ പനമരം പഞ്ചായത്തിനൊപ്പം ഇപ്പോഴിതാ മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തും UDFന്റെ കൈകളിൽ. ഒട്ടേറെ നാടകീയതകൾക്കൊടുവിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെയാണ് LDF ഭരണം വീണത്. ഇരു മുന്നണികൾക്കും തുല്യശക്തിയായിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. 9-നെതിരെ 11 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. PV അൻവർ ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റായ നുസൈബ സുധീറിനെ കൂറുമാറ്റിയതെന്നാണ് CPMന്റെ ആരോപണം. പോലീസ് സുരക്ഷയിലാണ് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നത്. അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപായി ചുങ്കത്തറയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശി. PV അൻവർ, കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്ത്, PS ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവിശ്വാസ പ്രമേയം പടിവാതിൽക്കലെത്തി നിൽക്കെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെ കാണാനില്ലെന്ന് കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഭാര്യ തന്റെ ഒപ്പമുണ്ടെന്നും കാണാനില്ലെന്ന വാർത്ത ശരിയല്ലെന്നുമാണ് ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ സുധീർ പുന്നപ്പാല പറഞ്ഞത്. അൻവറിന്റെ വിശ്വസ്തനാണ് സുധീർ. അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെ LDF എടക്കരയിൽ വാർത്താസമ്മേളനത്തിൽ നുസൈബ സുധീർ ഉൾപ്പെടെ 10 അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് പ്രമേയം പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നുസൈബ CPM അംഗങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതായതോടെ LDF ഭരണസമിതിയുടെ നിലനിൽപ്പ് ത്രിശങ്കുവിലായി. PV അൻവറാണ് നീക്കത്തിന് പിന്നിലെന്ന് LDF ആരോപിക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF തൃണമൂൽ ടിക്കറ്റിൽ നുസൈബക്കോ സുധീറിനോ സീറ്റ് നൽകാൻ അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ധാരണയായതായാണ് സൂചന. ചുങ്കത്തറയിൽ ഭരണം നഷ്ടമായത് CPMന് വലിയ തിരിച്ചടിയായപ്പോൾ UDF പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന അൻവറിന് അത് രാഷ്ട്രീയ നേട്ടമായി മാറിയിരിക്കുകയാണ്. നേരത്തെ വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തിൽ LDFനെ അട്ടിമറിച്ച് UDF ഭരണം പിടിച്ചിരുന്നു. JDS വിമതനായി മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ UDFന് വോട്ട് ചെയ്തതോടെയാണ് LDFന് ഭരണം നഷ്ടമായത്. ബെന്നിയെ JDS പുറത്താക്കിയിരുന്നെങ്കിലും അദ്ദേഹം ഇടതുമുന്നണിയെയാണ് പിന്തുണച്ചിരുന്നത്. എന്നാൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനറായതിന് പിന്നാലെ ബെന്നി തൃണമൂലിൽ ചേരുകയായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം UDFനെ പിന്തുണച്ചത്. PV അൻവർ ഇടതുമുന്നണിയുമായി അകന്നതിന് ശേഷമാണ് പുതിയ അവിശ്വാസ പ്രമേയം വരുന്നത്. ഫെബ്രുവരി 11-നാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് CPMലെ TP റെയ്നക്കെതിരെയാണ് UDFലെ 10 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ BDOയ്ക്ക് നൽകിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.